ടൂറിസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ പ്രത്യേകിച്ച് ബിസിനസ്സൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ കിട്ടുന്ന എല്ലാ ലാഭവും അപ്പം തന്നെ അവിടെ കൊടുക്കുക. പിന്നെ എൻ്റെ റിസോർട്ടിൽ ഇപ്രാവശ്യം ഞാൻ എൻ്റെ റൂംസൊന്നും വെക്കുന്നില്ല. കാരണം മറ്റ് റിസോർട്ടുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സൺബേണിൻ്റെ 1000 രൂപയുടെ ടിക്കറ്റ് 500 രൂപയ്ക്ക് എല്ലാ റിസോർട്ടുകൾക്കും, ആയിരക്കണക്കിന് റിസോർട്ടുകളുണ്ട്, അവർക്ക് കൊടുക്കാനും അവർക്കത് അവരുടെ ഗസ്റ്റുകൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടോ 500-നോ 1000 വാട്ട് എവർ ഇറ്റ് ഈസ് കൊടുത്തുകൊണ്ട് ഗസ്റ്റുകളെ എല്ലാ റിസോർട്ടുകാരും വയനാട്ടിലേക്ക് ആകർഷിക്കാനും അവർക്കും അവരുടെ ബിസിനസ് കൂടുതൽ ലഭ്യമാക്കാനും വേണ്ടി ഈ പ്രോഗ്രാം റിസോർട്ടിന് വേണ്ടിയും ഈ ദുരിതബാധിതർക്ക് വേണ്ടിയും ഒക്കെ കൂടെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് 2 പേര് ഇതിനെതിരെ, ഈ പരിപാടി നടത്തുന്നതിനെതിരെ ഹൈക്കോർട്ടിൽ പോവുകയും ഹൈക്കോർട്ടിൽ നിന്നുണ്ടായ ഓർഡർ ഇതാണ്, വിധി. ഇത് കളക്ടറുടെ പെർമിഷനോടുകൂടി നടത്താം എന്നാണ്. കാരണം അവിടെ ചോദിക്കുകയുണ്ടായി, 26ഓളം ഗ്രൂപ്പുകൾ വയനാട്ടിൽ ഗാനമേളയും മറ്റും നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ബോച്ചെ ഭൂമിപുത്ര ഇങ്ങനെ നടത്തുന്നത് അത് കളക്ടറുടെ പെർമിഷനോടുകൂടി ആകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോഗ്രാം നടത്തരുതെന്നോ സ്റ്റേ ചെയ്തിട്ടെന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കളക്ടർക്ക് കോടതിയുടെ ഈ നിർദ്ദേശപ്രകാരം അപേക്ഷ വെച്ചിട്ടുണ്ട്. ഇത് നടത്താൻ പെർമിഷൻ തരണം എന്ന്. രാവിലെ പോയപ്പോൾ കളക്ടർ വേറെ മീറ്റിങ്ങിലാണ്, അപേക്ഷ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ കളക്ടറെ കാണാൻ പോകും.